ഇന്നലെ എന്തോരം ചെയ്യാൻ പറഞ്ഞു നമ്മള്? നോബാർ. ആ പേജസ് ക്രിയേറ്റ് ചെയ്ത് മനസ്സിലായോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ അത്? ഓക്കെ, ഞാൻ ചെയ്ത് കാണിക്കാം, നോക്കിക്കോ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കണേ. അപ്പൊ ഞാൻ അതിന് വേണ്ടി പുതിയൊരു ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇതിലാലോ തടിയോ? ഓക്കെ, നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം. അപ്പൊ അതിനെന്താ വേണ്ട? ആദ്യം എന്താ? അതിന് വേറെ സാധനം വേണ്ടേ? അതിനുമ്പോ ഒരു പാക്കേജ് വേണ്ടേ? ആ പാക്കേജിന്റെ പേര് എന്തായിരുന്നു? പുതിയത് റിയാക്ട് റൗട്ടർ ഡോ. അപ്പം അതാദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. npm i റിയാക്ട് റൗട്ടർ. അപ്പൊ അത് റിയാക്ടിന്റെ തന്നെ പാക്കേജ് ആണ്. ഇനിഷ്യലി കിട്ടില്ലെന്നേ ഉള്ളൂ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഈ പാക്കേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റൗട്ടിംഗ് മീൻസ് പേജ് ചേഞ്ച് ചെയ്യാം. മനസ്സിലാണോ? മെയില് ബ്രൗസർ റൗട്ടർ അല്ലേ? ഫ്രം റിയാക്ട് റൗട്ടർ ഡോ അല്ലേ? എന്നിട്ട് നമ്മുടെ ആപ്പിനെ വെച്ചിട്ട് റാപ്പ് ചെയ്യാം. അത് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? നമുക്ക് വന്നിട്ട് പേജസ് ഇമ്പോർട്ട് ഹോം ഇമ്പോർട്ട് സെറ്റിംഗ്സ് ഹോം ഇമ്പോർട്ട് സെറ്റിംഗ്സ് എങ്ങനെയായിരുന്നു നോക്കാം. നമ്മുടെ മെയിൻ സീസിൽ എല്ലാ ഫയലും വേണ്ട സീസിൽ അത് നമുക്ക് വേണമെങ്കിൽ ആപ്പ് സീസിലോ ഇൻഡസ്ട്രിയൽ സീസിലോ റൺ ചെയ്യാം. എല്ലാത്തും വേണ്ടത്. ഓക്കെ, ഞാൻ താഴെ കൊടുത്തു ആപ്പ് സീസിലെ മാർജിൻ 0 ബോക്സ് സൈസിൽ ബോർഡർ ബോക്സ് ആപ്പ് സീസിലോ ഇൻഡസ്ട്രിയൽ സീസിലോ ഉപയോഗിക്കാം. കാര്യം ഉദ്ദേശം വരാം എല്ലാ പേജുകളും ശരിയാണ്, എല്ലാ പേജുകളും നമ്മൾ കണക്ട് ചെയ്യുന്ന ആപ്പിലെ ആണല്ലോ. അപ്പൊ ആ ആപ്പിൽ ആണെല്ലാം വരാം. ആപ്പിലെ കണക്ട് ചെയ്ത സീസ് ആപ്പ് സീസ്, അതായത് ആപ്പ് സീസ് എല്ലാ പേജിലും വർക്കാവും. മനസ്സിലായോ? മൂന്ന് ജാതി ഇമ്പോർട്ട് സെറ്റിംഗ്സ് അത് ഒരു ജനറേറ്റർ ആണ് കണ്ടോ? ആ പൈസ തന്നെ. ഓക്കെ, നമ്മൾ പേജ് സെറ്റ് ചെയ്തു, 3 പേജ്. ഓക്കെ, റൺ ചെയ്യാം. ഓക്കെ, പേജൊക്കെ ആവുന്നുണ്ട്. നമ്മളൊന്നും കൊടുത്തിട്ടില്ല തൽക്കാലം. നമുക്ക് 3 പേജിലേക്കും വരാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു കമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. കമ്പോണൻസ് ഹെഡർ, അതുപോലെ നാബാർ വേണ്ടേ? നാബാർ
header const header equal to ചുമ്മാ ഒരു കമ്പൗണ്ട് എല്ലാ പേര് വിടാൻ വേണ്ടി കമ്പൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കാണ്. കേട്ടോ, അപ്പൊ നീ ഒരിക്കലും ഇത് ചെയ്യരുത്. H4 എന്ന് പറഞ്ഞു കൊടുക്കില്ല, ക്ലാസ് നെയിം കൊടുത്തേ ഉള്ളൂ. കാര്യം അതെല്ലാം കാര്യം ചുമ്മാ ഇങ്ങനെ വരുത്താൻ വേണ്ടി പേജ് കാണാൻ വേണ്ടി. സ്ലാഷ് അബൌട്ട് ആണെങ്കിൽ അബൌട്ട് നമുക്ക് ആവശ്യം പോലെ വരിക. nobot.css നമുക്ക് എന്ത് വേണം? സിന്റാഗ് വേണ്ടേ? ഹോം 2 equal to slash about settings slash about. നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? ഇതിലും ഡൗട്ട് കാണിച്ചു വയ്ക്കണേ. സെറ്റിംഗ്സ് ശരി. ആണ്ടിലേയും പോകാൻ വേണ്ടി ഓക്കെ. ഞാൻ പറഞ്ഞു ചെയ്യാം. ഹോം പേജ് ആയിരുന്നു ഇങ്ങനെ ചെയ്തേ. വീട്ടില്ലേ റൈറ്റ് നല്ലതോ? ഓക്കെ, നമ്മുടെ പേജ് മാറുന്നുണ്ടല്ലോ.
ഇത്ര ചെയ്തില്ല എല്ലാവരും? ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാ പേജിലും കൊണ്ടുപോയിട്ട് നവബാർ ഇംപ്ലിമെന്റ് ചെയ്ത് എല്ലാ പേജിലും കൊണ്ടുപോയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഇല്ലേ? 3 പേജ്, നമുക്ക് 3 പേജ് ഉണ്ട്, 3 പേജിൽ നവബാർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഓരോ പേജിലായിട്ട് പോയിട്ട് നവബാർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഞാനിപ്പോ എല്ലാ പേജിലും നവബാർ റിമൂവ് ചെയ്യണേ. ഓക്കെ, ഇങ്ങനെ ചെയ്യാതെ ഇപ്പൊ എല്ലായിടത്തും പോയി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഈ ആപ്പിലേക്ക് വരാം. റൗട്ട്സ് ഇല്ലേ? അപ്പം റൗട്ട്സ് തീരുമാനിക്കുന്നത് പേജ്, ഓരോ ഏത് പേജ്, ആ പാത്തിനനുസരിച്ച് ഏത് പേജ് വരണം എന്നുള്ളതാണ് റൗട്ട്സ് തീരുമാനിക്കുന്നത് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് വന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ നവബാർ വേണമെങ്കിൽ വേണ്ടി ചെയ്യാം. ഇങ്ങനെ ചെയ്ത സംഭവം എന്താ വെച്ചാലേ, ഈ ആപ്പിനകത്തുള്ള സാധനമാണല്ലോ എങ്ങോട്ട് പോവാ, മെയിലിൽ പോവാ. ആ സാധനമാണ് HTML പേജിൽ പോവാൻ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ സംഭവം വെച്ചാല് നമ്മുടെ ആ ആപ്പിനകത്തുള്ള ആദ്യം എന്താ ഉള്ളത്, നവബാർ. ഈ നവബാർ ഏറ്റവും മുകളിൽ വരും. നവബാറിന് താഴെയാണ് എന്തുള്ള റൗട്ട്സ് ഉള്ളത്. അതായത് നവബാറിന് താഴെയാണ് ഈ പാത്ത് മാറുന്നതനുസരിച്ച് കമ്പൗണ്ട് മാറുന്നത്. നവബാർ അപ്പൊ എല്ലാ പേജിലും ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഈ ആപ്പിനകത്തുള്ള സാധനമാണ് മെയിനിൽ പോകുന്നത്, മെയിനുള്ള സാധനമാണ് index.html പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കാം. ഈ പാത്ത് മാറുമ്പോൾ ഏതാ മാറുന്നത്? റൗട്ട്സിനകത്തുള്ള കണ്ടന്റ് ആണ് മാറുന്നത്. നവബാർ അപ്പോഴും സ്റ്റഡി ആയിരിക്കും. അതുകൊണ്ട് 3 പേജിൽ നവബാർ കാണും. മനസ്സിലായോ? ആ പേജ് തുടങ്ങുന്നത് തന്നെ നവബാർ താഴെ. ആ കണ്ടന്റ് ഓരോ പേജ് മാറ്റുമ്പോഴും ആ കണ്ടന്റ് മാറിപ്പോകുന്നില്ലേ? അത് ആ നവബാറിന് താഴെയുള്ള കണ്ടന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ പേജിലും നവബാർ വരും. നമ്മൾ ഒരു പേജിൽ നവബാർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, പകരം എന്ത് ചെയ്തു, ആപ്പിൽ കൊണ്ടിട്ടു. ഇനി നിങ്ങൾ ഫുട്ടർ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ പേജൊക്കെ ചെയ്യുമ്പോൾ ഫുട്ടർ ഉണ്ടാക്കുമല്ലോ, താഴത്തെ സാധനം ഏറ്റവും എൻഡിലേക്ക് പോകുവാണെങ്കിൽ താഴെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ, അതാണ് ഫൂട്ടർ. അപ്പൊ ആ ഫൂട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഫൂട്ടർ ഉണ്ടാക്കിയിട്ട് ഇവിടെ താഴെ ഇട്ടാൽ മതി. അപ്പൊ നവബാറിനും ഫൂട്ടറിനും ഇടയ്ക്കുള്ള പാർട്ടായിരിക്കും ശരിക്കും പേജ്, ബാക്കി രണ്ടും മാറില്ല, അതങ്ങനെ തന്നെ നിൽക്കും. ആ ഇടയ്ക്കുള്ള ആ ഒരു കണ്ടന്റ് മാത്രമേ മാറുള്ളൂ. അപ്പൊ നമുക്ക് ആക്ച്വലി ഒരു പേജ് മാറുന്ന ഇല്യൂഷൻ തോന്നും. മനസ്സിലായോ? ചെയ്ത് നോക്കി എങ്ങനെ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ആപ്പിനകത്തുള്ള സാധനമാണല്ലോ ഈ മെയിലിലേക്ക് വരിക. അപ്പം നമ്മളെ ആപ്പിനകത്ത് എന്താ ഉള്ളത്, ആദ്യം നവബാർ, അതിനുശേഷമാണ് ഈ പാത്ത് മാറുന്ന കോഡ്. നീ ഇങ്ങനെ ആലേക്ക്. അതായത് ആപ്പിൽ എന്തുണ്ടോ അതാണ് നമ്മുടെ index.html വന്നിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ റൗട്ടാണ് ഈ ആപ്പിനകത്ത് ഫുൾ ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഓരോ പാത്ത് മാറുമ്പോൾ അത് സ്ലാഷ് വരുമ്പോൾ ഈ റൗട്ടിനകത്തുള്ള ഫുൾ കോഡ് മാറിയിട്ട് സ്ലാഷിന്റെ കോഡ് വരും. പിന്നെ എബോട്ട് വരുമ്പോൾ ഫുൾ കോഡ് മാറിയിട്ട് എബോട്ടിന്റെ കോഡ് വരും. ഓക്കെ ആണല്ലോ, അങ്ങനെ വന്നോണ്ടിരുന്നത്. നമ്മൾ ഇനി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആപ്പിനകത്ത് ഇതാണ് ആപ്പെങ്കിൽ ഇത്രയും ഭാഗം നവബാർ ആക്കി, ഇതിന് താഴെയുള്ള പാർട്ടാണ് എന്ത്, റൗട്ട്സ്. അപ്പം ഈ പാത്ത് മാറുന്നതനുസരിച്ച് ഇതാണ് ചേഞ്ച് ആവുന്നത്. ഇവിടെ ഹോം പേജ് വരും, ഇവിടെ എബോട്ട് പേജ് വരും, ഇവിടെ സെറ്റിംഗ്സ് പേജ് വരും. ഇത് അങ്ങനെ തന്നെ ഇരിക്കും. ഈ സാധനമാണ് നേരെ index.html പോയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ index.html നോക്കുമ്പോൾ നവബാർ അവിടെ തന്നെ ആയിരിക്കും, അകത്തുള്ള സാധനം മാത്രമാണ് മാറുന്നത്. അതായത് പേജ് കംപ്ലീറ്റ്ലി മാറുമല്ല, ആ കോഡ് മാത്രം മാറുന്നത്. അപ്പൊ കോഡ് മാറുമ്പോൾ നവബാറിന് താഴെയുള്ള ആ ഒരു സ്പേസിലെ കോഡ് മാറുള്ളൂ. നവബാർ അങ്ങനെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താ, URL അല്ലെങ്കിൽ പേജ് നോട്ട് ഫൗണ്ട് ഒക്കെ ആണല്ലോ സെറ്റിംഗ്സ്. ഇതല്ലാതെ വേറെ റൗട്ടിലേക്ക് എങ്ങനെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ യൂസർ അറിയാതെ ടൈപ്പ് ചെയ്യോ ചെയ്ത്, അപ്പൊ എന്ത് സംഭവിക്കും, ഫുള്ള് ബ്ലാങ്ക് ആയി പോകും. അപ്പൊ നമുക്ക് ഇവിടെ യൂസറിനെ കാണിക്കണം എന്താ, URL അല്ലെങ്കിൽ പേജ് നോട്ട് ഫൗണ്ട് ഒക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്യാത്ത ഏത് റൗട്ട് വന്നാലും പേജ് നോട്ട് ഫൗണ്ട് ഗോ ബാക്ക് ടു ഹോം എന്ന് കാണിക്കണം എന്ന് വെച്ചാൽ,
അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ അതിനു വേണ്ടി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. നോട്ട് ഫൗണ്ട്, അതിനൊരു index.jsx, not found.css. കണ്ടില്ലേ 404 എറർ എന്നൊക്കെ. ഹോമിലേക്ക് പോകണ്ടേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഗോ ബാക്ക് ടു ഹോം മാത്രം ലിങ്ക് ആക്കാം വേണമെങ്കിൽ. ഇതാണ് പേജ്. പാത്തിൽ വന്നിട്ട് നിങ്ങൾ സ്റ്റാർ എന്ന് കൊടുക്കുക. സ്റ്റാർ എന്ന് വെച്ചാൽ എല്ലാം മാച്ച്, അതായത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാത്ത ഏതെങ്കിലും റൗട്ട് വന്നാൽ, ഇവിടെ മാച്ച് ആവാത്ത ഏതെങ്കിലും റൗട്ട് വന്നാൽ അത് സ്റ്റാർ മാച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതേ കണ്ടോ, ഞാനിവിടെ സ്ലാഷ് ഓറഞ്ച്, ഏതായാലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു പേജ് ആയിരിക്കും ഡിസ്പ്ലേ ആവുക. നമ്മൾ ഏത് റൗട്ട് ഡിഫൈൻ ചെയ്ത റൗട്ട് കൊടുത്താലും ആ പേജ് ഡിസ്പ്ലേ ആവും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി അവിടെ അത് വന്നു കഴിഞ്ഞാൽ ആ ഈ ചെയ്ത പോലെ തന്നെ നമുക്ക് ഹോമിലേക്ക് തിരിച്ചു പോവാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇമേജ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളത് ബാക്കല്ലേ പഠിക്കുള്ളൂ. അത് നമ്മൾ ഈ എന്താ പേജ് നോട്ട് ഫൗണ്ട് എറർ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡാണ്. ഒരു ഇമേജ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ട നോക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ ഫ്രൈഡേക്കുള്ളില്, ഈ ഫ്രൈഡേ അല്ല, ഈ തേഴ്സ്ഡേക്കുള്ളിൽ, ഫ്രൈഡേക്കുള്ളിൽ നിങ്ങൾ ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ടോട്ടൽ ഫീസിന്റെ 70% കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര ക്വസ്റ്റ്യൻ തെറ്റില്ല. അടുത്തോട്ടെ, അടുത്ത നോക്കിക്കോണേ. എല്ലാവരും ചെയ്തില്ലേ?
ഞാനിവിടെ ഒരു ബട്ടൺ വെച്ചു. ഓക്കെ, ചേഞ്ച് പേജ്. എന്റെ ആവശ്യത്തിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പേജ് മാറണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബട്ടന്റെ മുകളിലേക്ക് കൊടുക്കുന്നു. ഓൺ ക്ലിക്ക്. അതായത് പ്രോഗ്രാമാറ്റിക്കലി പേജ് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഏത് ബട്ടൺ വന്നു. ഓക്കെ, നമ്മൾ നോർമലി ലിങ്ക് വെക്കുവാണെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ആ ലിങ്കിന്റെ ധർമ്മം എന്താ? ക്ലിക്ക് ചെയ്താൽ പേജ് ചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ചില കേസുകളിലൊക്കെ ഇപ്പം ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കാർട്ടിലേക്ക് ആഡ് ആവണം, അതിനുശേഷം പേജ് ചേഞ്ച് ചെയ്യണം. അത് കുറെ ആക്ഷൻസ് പെർഫോം ചെയ്യണം, അതിനുശേഷം പേജ് ചേഞ്ച് ചെയ്യണം. അങ്ങനെയൊക്കെ വരാലോ ഇല്ല? ഇപ്പൊ നമ്മൾ ഒരു ബട്ടൺ എടുക്കുകയാണ്, എന്താ പറഞ്ഞേ? അത് തന്നെ, സംഭവം നടന്നു കഴിഞ്ഞിട്ട് പേജ് ചേഞ്ച് ചെയ്യണം എന്ന് വെച്ചോ. അതായത് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്താൽ കുറെ സംഭവങ്ങൾ നടക്കണം, അതിനുശേഷം പേജ് ഒക്കെ ചേഞ്ച് ചെയ്യണം. ആയിട്ട് പേജ് പേജ് വരിക. അപ്പൊ അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ ലിങ്ക് ആണ്, ചുമ്മാ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പേജ് മാറി. അതിനാണ് ലിങ്ക് അല്ലേ? നമുക്ക് ചില കുറെ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്തതിന് ശേഷം പ്രോഗ്രാമാറ്റിക്കലി പേജ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. ആ ഫംഗ്ഷന്റെ പേരാണ് യൂസ് നാവിഗേറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഇമ്പോർട്ട് ഇത് എവിടെ നിന്നായിരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നത്? റിയാക്ട് ഔട്ട് ഡോമിൽ തന്നെയാണ്. നാവിഗേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ഈ ഫംഗ്ഷനെ വേറൊരു വേരിയബിളിലേക്ക് കോൾ ചെയ്ത് വെക്കുക. നാവിഗേറ്റ്. ഇവർ ആ ഒരു മറ്റേ സ്റ്റേറ്റിന്റെ സെറ്റപ്പ് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ചെയ്തേക്കുക. യൂസ് നാവിഗേറ്റ് വെറുതെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും ഒരു കമ്പൗണ്ടിനകത്തായിരിക്കണം എഴുതേണ്ടത്. അതിപ്പോ ഹോം എന്ന് പറഞ്ഞ കമ്പൗണ്ട് ആണല്ലോ, അതിനകത്ത് വേണം നമ്മൾ ഈ യൂസ് സ്റ്റേറ്റ് ആയാലും ഇതെല്ലാം എഴുതാൻ. എന്നിട്ട് ഓൺ ക്ലിക്ക് വരും. നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ ആവശ്യം ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വർക്ക് ആവണം, പേജ് ചേഞ്ച് ആവണം. അപ്പൊ നമ്മൾ ഇവിടെ വരിക, ഈ നാവിഗേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഏത് പാത്താണോ പാസ് ചെയ്യുന്നത് അതിലേക്ക് ചേഞ്ച് ആവും. ഞാനിവിടെ സ്ലാഷ് എബോട്ട് എന്ന് കൊടുത്തു. അപ്പം നമുക്ക് ഇതിന് മുമ്പ് എന്തിലൊക്കെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അതിന്റെ എല്ലാം കോഡ് ഇവിടെ എഴുതാം. കണ്ടോ? അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഇതിലേക്ക് വരും, നാവിഗേറ്റ് ആവും. ഓക്കെ, അതായത് ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചേഞ്ച് ആവും. ഇത് അങ്ങനെയല്ല വേണ്ടേ, നമുക്ക് കുറെ കാര്യങ്ങൾ, കുറെ ആക്ഷൻസ് പെർഫോം ആവണം. പെർഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? പേജ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ നാവിഗേറ്റ് ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. എവിടെ വരുന്നു? കണ്ടോ? എബോട്ട് പേജിലേക്ക് മാറി. നമ്മൾ ഹോം പേജിലായിരുന്നു, ക്ലിക്ക് ചെയ്ത് കണ്ടോ? അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് നാവിഗേറ്റ് ഉപയോഗിക്കുക. മനസ്സിലായോ? പ്രോഗ്രാമാറ്റിക്കലി ചേഞ്ച് നമ്മളിത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. ചെയ്ത് നോക്കിയേ. ഇത് റിയാക്ട് റൂട്ടർ ഡോമിന്റെ ഇൻസ്റ്റാൾ ആവണം. ആ ഒരു പാക്കേജിനകത്തുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. റിയാക്ട് ഡോം തന്നെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. മനസ്സിലായി. എന്നിട്ട് അത് മനസ്സിലായി. ബട്ടൺ നമ്മൾ എഴുതി, അത് നമ്മൾ അപ്ലോഡ് ജസ്റ്റിസ് കൊടുത്തു. ഓക്കെ, അതായത് നമ്മൾ അപ്ലോഡ് ജെഎസ്എക്സിനകത്താണ് ആ ഫംഗ്ഷൻ എഴുതിയേക്കുന്നത്.
ക്ലിക്ക് ചെയ്യും അവിടെ ഓൺ ക്ലിക്ക് കൊടുക്കാൻ പറ്റില്ല അതിൽ കോമ്പൗണ്ടിൽ അല്ലേ പോലെ ഇവിടുന്ന് നേരെ ആദ്യം ഇമേജ് എടുക്കണ്ടേ ടൈം കൊടുക്കോ പഠിപ്പിക്കാൻ പെട്ടെന്ന് അപ്പൊ ഏറ്റവും എളുപ്പം ഏതാ ബാക്കൻ അത് എളുപ്പം. പക്ഷെ ഇൻട്രസ്റ്റ് കൂടുതൽ നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് എൻഡിലായിരിക്കും കേട്ടോ. ഓക്കെ, ഒരു കാർഡ് വെച്ച് ഓക്കെ. ഞാൻ ഈ കാർഡിൽ ആപ്പിളിനെ ടൈപ്പ് ചെയ്യാൻ ചേഞ്ച് പേജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എബോട്ട് പേജ് ആപ്പിൾ വേണം. അതായത് ഒരു പേജിൽ മറ്റൊരു പേജിൽ എങ്ങനെ ഡേറ്റ പാസ് ചെയ്യും. ഓക്കെയാണല്ലോ. നമുക്ക് ഡേറ്റ നമ്മൾ ഇഷ്ടം പോലെ പാസ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ എങ്ങനെ പാസ് ചെയ്യുന്നത്? അതായത് ഇപ്പം ഹോം പേജ് അതൊരു കമ്പൗണ്ട് ആണല്ലോ, എബോട്ട് പേജ് വേറൊരു കമ്പൗണ്ട് ആണല്ലോ. നമ്മൾ കമ്പോണൻസുകൾ തമ്മിൽ ഡേറ്റ പാസ് ചെയ്യാറുണ്ട്. എങ്ങനെ പാസ് ചെയ്യുന്നത്? ഇങ്ങനെ ഡേറ്റ പാസ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു കമ്പൗണ്ടിൽ നിന്ന് മറ്റൊരു കമ്പൗണ്ടിൽ എന്താ പറഞ്ഞ ഡേറ്റ പാസ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു കമ്പൗണ്ടിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. ഒരു കമ്പൗണ്ടിൽ നിന്ന് മറ്റൊരു കമ്പൗണ്ടിലേക്ക് ഡേറ്റ പാസ് ചെയ്യുന്നത് എങ്ങനെയാ? ഇമ്പോർട്ട് എക്സ്പോർട്ടും അല്ല. ഓൺ ചെയ്യുന്നതിനാ? ഇൻപുട്ട് ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എടുക്കാനല്ലേ? ഒരു കമ്പൗണ്ടിലേക്ക് നീ എങ്ങനെ ഡേറ്റ പാസ് ചെയ്യുന്നത്? പ്രോപ്സ് ആയിട്ടല്ലേ അല്ലേ? ഒരു കമ്പൗണ്ടിൽ നിന്ന് മറ്റൊരു കമ്പൗണ്ടിലേക്ക് ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യണം. പക്ഷെ അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു റൂൾ ഉണ്ട്. അതായത് നമുക്ക് ഏത് കമ്പൗണ്ടിൽ നിന്നാണോ മറ്റൊരു കമ്പൗണ്ടിലേക്ക് ഡേറ്റ പാസ് ചെയ്യേണ്ടത്, ഓക്കെ, ആ കമ്പൗണ്ട് ചൈൽഡ് ആയിരിക്കണം ഇത്. കാര്യം നാലിച്ചേക്കേ ഇല്ലേ? എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ഹോം പേജിൽ ഹെഡർ എന്ന് പറയുന്ന കമ്പൗണ്ട് ഉണ്ട്. ഈ ഹെഡർ എന്ന് പറഞ്ഞ കമ്പൗണ്ടിലേക്ക് എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും ടെക്സ്റ്റ് പാസ് ചെയ്യണം. ഞാൻ ഇവിടുന്ന് പാസ് ചെയ്തിട്ടുണ്ടല്ലോ, പാസ് ചെയ്തു. എവിടുന്ന് പാസ് ചെയ്തേ? ഹോം പേജിൽ നിന്ന് ഹെഡർ എന്ന് പറയുന്ന കമ്പൗണ്ടിലേക്ക് ഞാൻ പ്രോപ്സ് ആയിട്ട് ഡേറ്റ പാസ് ചെയ്തു. അപ്പൊ അതിവിടെ കാണാൻ പറ്റി അല്ലേ? ഇങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ ഈ ഹോം പേജിന്റെ ചൈൽഡ് ആയിരിക്കണം ആര്? ഹെഡർ. അതായത് പേരന്റിൽ നിന്ന് ചൈൽഡിലേക്ക് മാത്രമേ ഡേറ്റ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എപ്പോഴും അങ്ങനെ പറ്റുള്ളൂ. ഒരാൾ പേരന്റ് ഒരാൾ ചൈൽഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മുടെ റിയാക്ടിനകത്ത് ഒരു കമ്പൗണ്ടിൽ നിന്ന് മറ്റൊരു കമ്പൗണ്ടിലേക്ക് ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ ഈ ഹോം ഒരു കമ്പൗണ്ട് ആണല്ലോ അല്ലേ? ഈ ഹോം എന്ന് പറഞ്ഞ കമ്പൗണ്ടിലെ ചൈൽഡിലേക്ക് മാത്രമേ ഹോമിനകത്തുനിന്ന് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട എന്താ? ഹോം പേജിൽ നിന്ന് എബോട്ട് പേജിലേക്ക് ഡേറ്റ പാസ് ചെയ്യണം. ഹോം പേജിൽ നിന്ന് എബോട്ട് പേജിലേക്ക് ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒന്നെങ്കിൽ ഹോം പേജിന്റെ ചൈൽഡ് ആയിരിക്കണം എബോട്ട്, ഇല്ല അല്ലെങ്കിൽ തിരിച്ച് പോട്ടെ, അല്ലാതെ ഹോം പേജ് അല്ല, ഇത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഹോം പേജിന്റെ ചൈൽഡ് ആയിരിക്കണം എബോട്ട് പേജ്. ഈ കേസിൽ ഹോം പേജിന്റെ ചൈൽഡ് ആണ് എബോട്ട് പേജ് അല്ല. ഹോം പേജ് ഒരു ഇൻഡിപെൻഡന്റ് കമ്പൗണ്ട്, എബോട്ട് പേജ് വേറൊരു ഇൻഡിപെൻഡന്റ് കമ്പൗണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് എവിടെയാ? ആപ്പില്. ഇതും ഒരു ചൈൽഡോ പേരന്റോ ഒന്നുമല്ല. പിന്നെ നമ്മൾ എങ്ങനെ പാസ് ചെയ്യാം? ഇവിടെ കിട്ടുമായിരിക്കും അത്. ചെയ്യാം. ഇവിടെ കാണാം. ഇവിടെ കിട്ടുമായിരിക്കും അത്.
ഇവിടെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത സാധനം ഹോം പേജ് ലോഡായപ്പോ കിട്ടി ഇല്ലേ? ഇനി ആലോചിച്ചേ, തിരിച്ചാണല്ലേ? ഇത് വരുമോ? ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കിയേ. ഓരോ ഡോട്ട് ഇട്ട് ഇങ്ങനെ ആഡ് ചെയ്യും. ഇപ്പം ആപ്പിള്, ഓറഞ്ച്, അതേമാതിരി ഒരു വേരിയന്റ് ഇല്ല, ഇവിടെ നമ്മൾ അറേ യൂസ് ചെയ്തില്ല. പകരം നമ്മൾ ചെയ്തെന്ന് വെച്ചാല് ഈ എബോട്ടും ഈ ഹോമും രണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്ന ഇവിടെ ആപ്പിലാണ്. അതായത് രണ്ടിനും കോമൺ ആയിട്ട് ആക്സസ് ചെയ്യുന്നത് ആപ്പിലാണ്. അപ്പൊ നമ്മൾ ആപ്പിൽ ഒരു സ്റ്റേറ്റ് അങ്ങ് എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതി, ഒരു ഓൺ ചേഞ്ച് എഴുതി. അപ്പം ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇതിലേക്ക് ഒരു ഇവന്റ് വന്നാൽ ആ ഇവന്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, അതിനകത്തുള്ള വാല്യൂ എടുത്ത് സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഹോമിലേക്ക് പാസ് ചെയ്തു. എന്നിട്ട് ഈ ഡേറ്റ നമ്മൾ എബോർഡിലേക്ക് പാസ് ചെയ്തു. അതായത് ഹോം പേജ് ലോഡ് ആകുമ്പോൾ അതിനകത്തേക്ക് ഓൺ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പാസ് ആവും. അത് ഏത് ഫംഗ്ഷനാണ്? ഇവിടെ ഡിഫൈൻ ചെയ്ത് ഈ ഫംഗ്ഷനാണ്. അപ്പൊ ഹോം പേജിൽ എന്ത് കിട്ടും? ഓൺ ചേഞ്ച് കിട്ടും. എന്നിട്ട് ഹോം പേജിനകത്തുള്ള ഇൻപുട്ടുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്തു. ഇത് ഹോം പേജിലെ ഇൻപുട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഓൺ ചേഞ്ച് കോൾ ആവും. ഈ ഓൺ ചേഞ്ച് ആരാ? ഈ ഓൺ ചേഞ്ച്. ഓക്കെ ആണല്ലോ? ഇത് കോൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ എടുത്തിട്ട് ഈ ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പം സ്റ്റേറ്റ് അപ്ഡേറ്റ് ആയി, ചേഞ്ച് ആയി. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഫുൾ ഒന്നുകൂടെ റെൻഡർ ആവും. റെൻഡർ ആവുന്ന സമയത്ത് ഹോമിലേക്ക് എബോർഡിലേക്ക് എന്ത് പാസ് ആവുന്നുണ്ട്? ഈ ടൈപ്പ് ചെയ്ത ഡേറ്റ. ഞാൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇവിടെ എ വരും. ആ എ ഈ എബോർഡിലേക്ക് പാസ് ആവുന്നുണ്ട്. അത് എബോർഡിൽ പ്രോപ്സ് ആയിട്ട് റിസീവ് ചെയ്തിട്ട് അവിടെ കാണിച്ചു. നോർമലി ചെയ്യുന്നതിന് പകരം നമ്മളത് ഇങ്ങനെ ഇവിടെ ചെയ്തു. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലോ? ഇതിന് പറഞ്ഞ പേരാണ് ലിഫ്റ്റിംഗ് സ്റ്റേറ്റ്. കാര്യം നമ്മൾ ഈ സ്റ്റേറ്റ് ഹോമിലാണ് എഴുതിയെന്ന് വെച്ചോ. അതായത് നമ്മുടെ ആവശ്യം എന്താ? ടൈപ്പ് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യണം. ആദ്യം എന്നല്ലേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഹോമിലാണ് എഴുതിയെങ്കിൽ ഈ ഹോമിലുള്ള സ്റ്റേറ്റിനകത്തുള്ള ഡേറ്റ നമുക്ക് ഒരിക്കലും എബോർഡിലേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അഥവാ നമ്മൾ എബോർഡിലാണ് എഴുതിയെങ്കിൽ അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹോമും എബോട്ടും ഒരുമിച്ച് എവിടെയാണോ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റേറ്റിനെ മാറ്റി. അതായത് ആപ്പാണ് ഇപ്പം മെയിൻ പേരന്റ്. ഹോമിന്റെയും പേരന്റ് ആണ് എബോർഡിന്റെയും പേരന്റ്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ ഹോമും എബോട്ടും ഈ ആപ്പിനകത്തുള്ള ഈ ഫംഗ്ഷനായിട്ട് കണക്ട് ചെയ്തു. നമ്മൾ ഹോമിനകത്തുള്ള ഇൻപുട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഓൺ ചേഞ്ച് കോൾ ആവും. ഇങ്ങനെ ഡേറ്റ മാറും. ഈ ഡേറ്റയാണ് എബോർഡ് പേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ കോൾ ആവും, ഈ ഡേറ്റ ചേഞ്ച് ആവും. എന്ത് ചെയ്യും? ഈ ഡേറ്റയാണ് എബോർഡ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? രണ്ടും തമ്മിൽ കണക്ട് ആയി.
മനസ്സിലായോ? നോക്കിയേ, അവിടെ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ചേഞ്ച് ചെയ്ത് പോകണം. ഡാറ്റ അപ്ഡേറ്റ് ആവുന്ന സമയത്ത്, ഡാറ്റ സ്റ്റേറ്റിലടാ, അത് അപ്ഡേറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? അപ്പൊ തന്നെ ഹോം ഒന്നുകൂടെ റെൻഡർ ആവും, എബോട്ട് ഒന്നുകൂടെ റെൻഡർ ആവും. അപ്പൊ ആ ഡാറ്റ ഇവിടെ കാണിക്കും, എബോട്ടിൽ കാണിക്കും. അതിൽ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യണം. മാംഗോ ടൈപ്പ് ചെയ്യാൻ ചേഞ്ച് പ്രസ് ചെയ്യുമ്പോൾ അതവിടെ ആ പേജ് മാത്രം ചേഞ്ച് ആവുന്നുള്ളൂ. പക്ഷെ ആ പേജ് കാണിക്കുന്ന മാംഗോ ഇല്ലേ, അത് ഏതാ? ഈ ഡേറ്റയിലുള്ള വാല്യൂ. ഡേറ്റയിൽ എങ്ങനെ വാല്യൂ വരുന്നത്? നമ്മൾ ആ ഇൻപുട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ. എവിടെടാ? ഹോമിലാണോ? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഓൺ ചേഞ്ച്, അതായത് ഈ ഓൺ ചേഞ്ച് നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നില്ലേ, അപ്പുറത്ത് വന്ന് എവിടെ ഇങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ അല്ലേ, അവിടെ നീ അങ്ങനെ കൊടുക്കണമെങ്കിൽ അവളെ ഡീസ്ട്രക്ചർ ചെയ്യണം, ലിറ്റർ ചെയ്യാൻ പറ്റും. കാര്യം ഇവിടെ വരാൻ പോകുന്ന ഒബ്ജക്റ്റ് ആയിട്ടാ, അതിനകത്തുനിന്ന് ഡീസ്ട്രക്ചർ ചെയ്താണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ നീ എടുക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ എടുത്താൽ മതി. ഇത് വർക്കാവും, നോക്കോ എന്തോ അറിയിച്ചില്ല. ഓക്കെ, ഇവിടെ കൺസോൾ ചെയ്യുന്നുണ്ട്, കണ്ടോ? കണ്ടോ? നിങ്ങൾ പതുക്കെ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടായി ചോദിക്കും. നിങ്ങൾക്ക് ഏറ്റവും പ്രോബ്ലം മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും. ആര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നിങ്ങൾ വയ്ക്കുന്നത് സ്റ്റേറ്റ് ചെയ്ത് ആ സ്റ്റേറ്റ് നമ്മുടെ ഹോമിൽ തന്നെ ഹോമിൽ എഴുതി എബോട്ടിലേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. ഹോമിലാണ് നമ്മൾ ആ സ്റ്റേറ്റ് എഴുതുന്നത്, എബോട്ടിലേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. എബോട്ടിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ എബോട്ട് ഹോമിന്റെ ചൈൽഡ് ആയിരിക്കും. അത് മനസ്സിലായി ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് നമ്മൾ എന്തുകൊണ്ട് ആ സ്റ്റേറ്റ് ഹോമിൽ എഴുതിയില്ല, ഒരു കമ്പൗണ്ട് എഴുതുന്നു, ഇൻപുട്ട് എഴുതുന്നു, ആ കമ്പൗണ്ട് തന്നെ അതിനുള്ള സ്റ്റേറ്റ് എഴുതുന്നു, അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഹോമിൽ ആ സ്റ്റേറ്റ് എഴുതിയില്ല, അത് മനസ്സിലായില്ല എല്ലാവർക്കും. കാര്യം ഹോമിൽ സ്റ്റേറ്റ് എഴുതിയാൽ നമുക്ക് എബോട്ടിലേക്ക് ആ ഡാറ്റ പാസ് ചെയ്യാൻ പറ്റില്ല. എബോട്ടിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ ഹോമിന്റെ ചൈൽഡ് ആയിരിക്കണം എബോട്ട്, എന്നാലേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ സ്റ്റേറ്റിലുള്ള വാല്യൂ ഇങ്ങോട്ട്, ഇവിടെ സ്റ്റേറ്റിലുള്ള വാല്യൂ അങ്ങനെ ഇപ്പുറത്തോട്ട് പാസ് ചെയ്യും പറ്റില്ല. അതിനുവേണ്ടി രണ്ടുകൂടെ കോമൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് അങ്ങ് ഡിഫൈൻ ചെയ്തത്. അതായത് ഈ ഡാറ്റ ഹോമിനും ആക്സസ് ഉണ്ട്, എബോട്ടിനും ആക്സസ് ഉണ്ട്. അപ്ലൈ ആവില്ല, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്ലൈ ആവും. അതായത് ആക്സസ് ഉണ്ടെന്ന് വെച്ചാൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കാം. അവിടെ വരും, സെറ്റിംഗ്സിലും വരും. ഓക്കെ, ബാക്കി പറ. സ്റ്റേറ്റ് എഴുതി, ഇനി നമ്മൾ എന്തിനാ ഓൺ ചേഞ്ച് എഴുതിയേ? അതായത് ഇൻപുട്ട് ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എടുക്കാൻ വേണ്ടി. ഈ ഓൺ ചേഞ്ച് എന്താ നമ്മൾ ഹോമിൽ എഴുതാഞ്ഞേ? ഹോമിലാണല്ലോ ഇൻപുട്ട് ഉള്ളത്, എന്തുകൊണ്ട് നമ്മൾ ഹോമിൽ ഓൺ ചേഞ്ച് എഴുതിയില്ല? പക്ഷെ നമ്മൾ ഇവിടെ ആണല്ലോ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ ഫംഗ്ഷൻ എന്തുകൊണ്ട് നമ്മൾ ഹോമിൽ എഴുതിയില്ല? അല്ല, അമൽ പറഞ്ഞേ എന്തുകൊണ്ട്? ഓക്കെ,
ചൈൽഡ് എന്ന് പറഞ്ഞ ആരാ? എബോട്ടിലേക്ക് പാസ് ചെയ്യാൻ അതാണ് കാര്യം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ കൊടുത്തു അതിന്റെ കാര്യത്തിലേ ഉള്ളൂ. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ ആവശ്യം ഈ സ്റ്റേറ്റിലേക്ക് ഡാറ്റ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഓൺ ചേഞ്ച് അപ്പുറത്ത് എഴുതി കഴിഞ്ഞാൽ, ഹോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റിലേക്കുള്ള ആക്സസ് കിട്ടില്ല. സ്റ്റേറ്റ് ഉള്ളത് ഇവിടെ അല്ലേ, അപ്പൊ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇവിടെയാണുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു, ഹോമിലേക്ക് പാസ് ചെയ്യുക ചെയ്തത്. മനസ്സിലായി? ഇത് അപ്പുറത്താണ് എഴുതിയെങ്കിൽ ഈ സെറ്റ് ഡാറ്റ നമുക്ക് അവിടെ കിട്ടില്ല. സെറ്റ് ഡാറ്റ എവിടെ ഉള്ളൂ, ഇവിടെ ഉള്ളൂ. നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതായത് നമ്മൾ ഹോമിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ കോൾ ആവും. ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ ഇവന്റിന്റെ സ്ഥാനത്ത് ആ ഇവന്റ് വരും, ഇൻപുട്ടിന്റെ ഇവന്റ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് വേണ്ട, ഇതുണ്ടെങ്കിലല്ലേ നമുക്ക് ആ സ്റ്റേറ്റിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സാധനം ഇവിടെ എഴുതിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് കോൾ ആവും. ഇവിടെ നമുക്ക് ആ ഒരു സെറ്റ് ഡാറ്റ യൂസ് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചേഞ്ച് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ UI റണ്ടർ ആവും. കാര്യം എന്താ, സ്റ്റേറ്റ് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡാറ്റ എബോട്ടിലേക്ക് പാസ് ആവുന്നുണ്ട്. അങ്ങനെ പാസ് ആവുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, എബോട്ടിൽ അത് കാണാൻ പറ്റുന്നു. ചെയ്ത് നോക്ക്. ഹോം പേജിലേക്ക് എവിടെടാ, ഇതാ ഫംഗ്ഷൻ നമ്മൾ ഹോമിലേക്ക് പാസ് ചെയ്യണം. ടോപ്പ് സൈഡ് നമ്മൾ ബട്ടണിലേക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ പാസ് ചെയ്തില്ലേ, ഹെഡറിലേക്ക് നമ്മൾ ടൈറ്റിൽ എന്ന് പറഞ്ഞ പാസ് ചെയ്തില്ലേ. ഇങ്ങനെ ഇതേപോലെ തന്നെ നമ്മളിവിടെ ഹോം ഇവിടെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഓൺ ചേഞ്ച് ഹോമിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഹോമിൽ എന്തായിട്ട് കിട്ടും, പ്രോപ്സ് ആയിട്ട് കിട്ടും. നമ്മൾ അതെടുത്തിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു. അതായത് എടാ ഇവിടെ നമ്മൾ പാസ് ചെയ്തു, അതൊക്കെ ആണോ? ആ ഫംഗ്ഷനാ. ആപ്പിൾ എന്ന് കൊടുക്കാം. ഓൺ ഇൻപുട്ട് ചേഞ്ച്. ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ പേരിൽ ഹോമിലേക്ക് പാസ് ചെയ്തു, അങ്ങനെയാണ്. എവിടെ, ഹോമിൽ നമ്മൾ അതിനെ റിസീവ് ചെയ്തു. ഇങ്ങനെ പാസ് ചെയ്യുന്ന സാധനം ഇവിടെ പ്രോപ്പായിട്ട് കിട്ടും. അതെ. പക്ഷെ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത ആ കീയുടെ പേര് തന്നെ വേണം ഇവിടെ കൊടുക്കാൻ. ഇതായിട്ട് ബന്ധമില്ലല്ലോ, ഈ കീയിലാണ് ഇത് നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുക. കാര്യം ഇവിടെ വരുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. ആ ഒബ്ജക്റ്റിനകത്തുള്ള കീ മാത്രമായിട്ട് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തെടുത്തു ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പ്രോപ്സ് എന്ന് കൊടുത്താൽ നീ ഇവിടെ വരുമ്പോൾ പ്രോപ്സ് ഡോട്ട് ഓൺ ചെയ്ത് കൊടുക്കണം. നീ വെറുതെ ഇരുന്ന് ചുമ്മാ ഒരു കമ്പൗണ്ട് ഒക്കെ ചെയ്ത് നോക്ക്. എന്നിട്ട് അവിടെ പ്രോപ്സ് കൊടുത്തിട്ട് എന്താണ് വരുന്നതെന്നൊക്കെ കൺസോൾ ചെയ്ത് നോക്കുക. അതൊക്കെ നീ ചെയ്ത് നോക്കിയാലേ അത് കിട്ടുള്ളൂ. പഠിക്കുന്ന രീതിയുടെ ഒരു വ്യത്യാസമാണ്. നമ്മളിങ്ങനെ അറിയാൻ ശ്രമിക്കുക ഓരോ കാര്യവും. ഇപ്പൊ ഓരോ ഇവന്റ് കൊടുത്തു, ഈ കൺസോൾ ചെയ്തിട്ട് ഈക്കകത്ത് വേറെ കുറെ കീസില്ല, നിങ്ങൾ നോക്കിയായിരുന്നത് ഏതെങ്കിലും? ചുമ്മാ നോക്കതൊക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടും. നമ്മളിങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമുക്ക് ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഈ പഠിപ്പിച്ച കാര്യം മാത്രം ഇങ്ങനെ വീഡിയോ നോക്കി ചെയ്യണ്ടേ, അല്ലാതെ ചെയ്ത് നോക്ക്. അത് കണ്ടിട്ട് ഒരു നീ ഇപ്പൊ ചെയ്യണ്ട, നീ അത് കണ്ടിട്ട് അതിനകത്ത് ഒരു റിലേഷൻ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം, എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, കളിച്ച് നടന്ന് ഞായറാഴ്ച ലോക്ക്ഡൌൺ നമ്മുടെ പറഞ്ഞാൽ ഈ പുതിയ സാധനം പഠിക്കും. ഇപ്പൊ ഒരു ലോജിക്ക് നമ്മൾ എഴുതി ഇതിനെ എങ്ങനെ ബെറ്ററാക്കാം. പക്ഷേ എല്ലാവരും വായിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ബെറ്ററാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ നമ്മൾ ഇരിക്കുക. നമ്മൾ 3 മണി ആയാലും നമുക്ക് 10 മണി ആണെങ്കിൽ ഇപ്പോൾ എന്താ ഒരു രാത്രി 10 മണി ആയാലും മീറ്റിംഗ് അതേ തീർന്നു, പിന്നെയും ഇരിക്കുക. മനസ്സിലായി? അപ്പോൾ ആ ഇരിക്കുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റില്ല. ആ ഒരു